അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ജീവിതങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സമാധാനങ്ങളും നിറഞ്ഞ് നല്ലൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ളവരെ, നിങ്ങൾ ഈ കാണുന്ന ദുആ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഈ ദുആ എന്നുള്ളത് നമ്മുടെ സന്താനങ്ങളുടെ നന്മയ്ക്കായി എപ്പോഴും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സന്താനങ്ങളാണ് നമ്മുടെ ജീവിതങ്ങൾ. അവരുടെ നന്മയ്ക്കും അവരുടെ ജീവിത വിജയത്തിനും എപ്പോഴും നാം ഈ ദുആ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെയൊക്കെ നിസ്കാരങ്ങളിലും നമ്മുടെയൊക്കെ ഒറ്റയ്ക്കുള്ള ദുആയിലും കൂട്ടമായുള്ള ദുആയിലൊക്കെ ഈ ദുആ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നിസ്കാരങ്ങൾ കഴിയുമ്പോൾ ആ നിസ്കാര പായയിലിരുന്നു കൊണ്ട് ഈ ദുആ കാണുന്ന ദുആ എപ്പോഴും നിങ്ങൾ ആവർത്തിച്ച് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്താനങ്ങളെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു മാറ്റി തരട്ടെ. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാലങ്ങൾ വളരെ കലുഷിതമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം എപ്പോഴും ഓർത്തു വെക്കേണ്ടുന്ന ഒരു ദുആ കൂടിയാണിത്. എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ നോക്കിയാലും വെറും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി ഉടലെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ മക്കൾ നല്ല രീതിയിൽ വളരുവാനും നല്ലൊരു മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് നാം ഏറെയും. അതുകൊണ്ട് എപ്പോഴും അവരുടെ നന്മയ്ക്കായി അവരുടെ നമുക്ക് എപ്പോഴും നാം പ്രാർത്ഥിക്കണം, നാം ദുആ ചെയ്യണം. ഈ കാണുന്ന ദുആ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് എന്നുള്ള ഈ ദുആ എപ്പോഴും നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി അല്ലാഹു നമുക്ക് മാറ്റിത്തരട്ടെ. നാളെ ഖബറിൽ നാം മരണപ്പെട്ട് കിടക്കുമ്പോൾ, നാം മരണമടഞ്ഞു പോകുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആ ഖബറിൽ കൂട്ടുവരുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ആ ഖബറിൽ നമുക്ക് കൂട്ടുവരുന്ന നമ്മളൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ നാം ചെയ്ത അമലുകളും അല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഒരു മനുഷ്യന് ഖബറിൽ കൂട്ടുവരില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നുവെങ്കിൽ അതിൽപ്പെട്ട ഒരു കാര്യമാണ് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ. ആ സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി മാറണമെങ്കിൽ അവർക്കും വേണ്ടി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുവേ, എൻ്റെ മക്കളെ നീ നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരണേ അല്ലാ. കാരണം മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളത് ദുആയാണ്. എല്ലാ ബലാ മുസീബത്തുകളെ ചേർത്ത് നിർത്താൻ ദുആക്ക് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന ദുആ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനാ ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് എന്നുള്ള ദുആ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുട്ടി പ്രസവിച്ച് കഴിയുമ്പോൾ ആ കുട്ടിക്ക് ബാങ്കും ഇഖാമത്തും കൊടുത്തതിന് ശേഷം ആ കുട്ടിയുടെ വലത്തെ ചെവിയിൽ ഈ കാണുന്ന സൂറത്തുൽ ഖദർ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ എല്ലാ നടത്തിപ്പുകളിൽ നിന്നും ആ കുട്ടി എന്തായിരിക്കും? രക്ഷിതനായിരിക്കും. ആ കുട്ടി രക്ഷയുള്ളവനായിരിക്കും. അതുകൊണ്ട് ഈ കാര്യം കൂടി വളരെ പ്രത്യേകമായിട്ട് ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. വലത്തെ ചെവിയിൽ കുട്ടി പ്രസവിച്ച് കഴിയുമ്പോൾ ബാങ്കും ഇഖാമത്തും കൊടുത്തതിന് ശേഷം ആ കുട്ടിയുടെ വലത്തെ ചെവിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്നുള്ള ഈ സൂറത്തും കൂടി ആ കുട്ടിയുടെ വലത്തെ ചെവിയിൽ ഓതിക്കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യതയോടുകൂടി ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ ദുർനടത്തിപ്പുകളിൽ നിന്നും നമ്മുടെ മക്കൾ സുരക്ഷിതനായിരിക്കും, അല്ലെങ്കിൽ സുരക്ഷിതയായിരിക്കും ഇൻഷാ അല്ലാഹ്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ എടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹമുണ്ട്. ഇനിയുള്ള ഓരോ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. ഇൻഷാ അല്ലാഹ് ജീവിതങ്ങൾ ഉപകാരപ്പെടുന്ന അമലുകളാക്കി അള്ളാഹു നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ.
കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ വീഡിയോ നിർത്തുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉൾക്കണ്ട് നിങ്ങൾക്കറിയാത്തവരിലേക്കും ഇത് പറഞ്ഞു കൊടുക്കുക. ഒരു കുട്ടി പ്രസവിച്ച് കഴിയുമ്പോൾ ആ കുട്ടിക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളോടൊപ്പം വലത്തെ ചെവിയിൽ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തും കൂടി ഓതി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.